ഹായ്, വെൽക്കം ടു ലിയ. നമ്മളിന്നിവിടെ ടാൻ റിമൂവിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ സ്ക്രബിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രബിങ്ങിന് മുമ്പായിട്ട് നമ്മൾ നല്ല രീതിയിൽ സ്റ്റീം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പെയിൻലെസ് ആയിട്ട് കസ്റ്റമേഴ്സിന് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇത് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനുള്ള ടൂൾസുകളാണ്. ഇങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് വലിയ വേദനയോ മറ്റു ഡിസ്റ്റർബൻസോ ഒന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ചെറുതായിട്ട് സ്കിന്നൊന്ന് വലിച്ചു പിടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സാധാരണയായിട്ട് സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ നമുക്ക് ഈസി ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.
സാധാരണയായിട്ട് നമുക്ക് എത്ര വൃത്തിയാക്കിയാലും ശരിയാവാത്ത ഒരു ഏരിയയാണ് നമുക്ക് ഈ മൂക്കിൻ്റെ ഈ കോർണർ, കവിളിൻ്റെ ഈ സൈഡിലൊക്കെ. അപ്പോൾ നമുക്ക് ഈ ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അവിടെ ക്ലീൻ ആകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായതുണ്ടോ, നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ എഡ്ജിലൊക്കെ സാധാരണ നമുക്ക് സ്റ്റിക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ കാണാം എത്ര ക്ലിയർ ആയിട്ടുണ്ടെന്ന് നോക്കുക. നല്ല നീറ്റായിട്ട് നമുക്ക് ആ ബ്ലാക്ക് ഹെഡ്സ് ഫുള്ള് റിമൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഫേഷ്യലിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു എക്സ്ഫോളിയേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സ്ക്രബിങ് കഴിഞ്ഞു, എന്നാൽ അഡീഷണലായിട്ട് വേറൊരു സ്ക്രബിങ് കൂടെ ഈ ഫേഷ്യലിലുണ്ട്. സാധാരണയായിട്ട് നമുക്കറിയാം ഫേഷ്യലിനകത്ത് മസാജിങ് ക്രീം കഴിഞ്ഞിട്ടാണ് ജെല്ല് വരിക. പക്ഷേ ഇതിലങ്ങനെയല്ല, ഇതിൽ ആദ്യം അതായത് നമുക്ക് ജെല്ലാണ് വരുന്നത്. ജെൽ മസാജ് നമുക്കൊരു ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അടുത്തത് നമ്മൾ ഒരു മസാജ് ചെയ്യാൻ പോവാണ്. ഒരു 15 മിനിറ്റ് മസാജിങ് കൊടുക്കുകയാണ് ഫേസിൽ. ഫേഷ്യൽ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡബിൾ ചിന്നൊക്കെ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേറെ തരത്തിൽ വേണം നമ്മൾ മസാജിങ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകിച്ച് ഈ കവിളിൻ്റെ ഈ അടിഭാഗത്ത്, അതുപോലെ തന്നെ നമുക്ക് കഴുത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ, അത് ഡബിൾ ചിന്നോ അല്ലെങ്കിൽ കഴുത്തിന് നീളക്കുറവോ ഒക്കെ ഉള്ളവർക്ക് നമ്മൾ ഈ രീതിയിലാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പം ക്ലോക്ക് വൈസ് തന്നെ മസാജ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയയാണ് കണ്ണിൻ്റെ ഭാഗത്തുള്ള മസാജിങ്. പുരുകങ്ങളിലും കണ്ണിൻ്റെ മേൽവശത്തും താഴെയും
നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നല്ല രീതിയിൽ മസാജിങ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ അണ്ടർ ഐ ഡാർക്ക്നെസ് പോലുള്ള പ്രോബ്ലംസ്, അതുപോലെ കണ്ണിനടിയിൽ വരുന്ന വ്രിങ്കിൾസ് മാറ്റാനായിട്ട് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും കാരണമാവും. നമ്മുടെ ഫേസിൽ പെട്ടെന്ന് വ്രിങ്കിൾസ് വരുന്ന 2 ഏരിയയാണ്. ഒന്നിങ്ങനെ നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിൽ വര വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ ഏരിയയിലും പെട്ടെന്ന് വര വീഴാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെ ഇവിടെ ആയിട്ട്. അപ്പോൾ അതിന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ ഫേഷ്യൽ ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വ്രിങ്കിൾസ് വരുന്ന ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഇതൊരു സ്കിൻ റിജുവിനേഷൻ ക്രീമാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതൊരു സാധാരണ ഫേഷ്യലല്ല, ഒരുപാട് സ്റ്റെപ്പുകൾ അഡീഷണൽ ഉണ്ട്. ഇപ്പോൾ സാധാരണ നമുക്കൊരു മസാജിങ് ക്രീം, ഒരു ജെല്ല് അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് സ്കിൻ റിജുവിനേഷന് പ്രത്യേകം പ്രോഡക്റ്റ് ഉണ്ട്. നമുക്ക് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫേഷ്യലാണിത്. നല്ല വ്യത്യാസം, നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് കാണാം നല്ല റിസൾട്ട് ഇപ്പോൾ തന്നെ ഫേസിൽ വന്നിട്ടുണ്ട്. ഇതും മറ്റൊരു തരം മസാജറാണ്. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതിൻ്റെ 10 മടങ്ങ് നമുക്ക് എഫക്റ്റ് കിട്ടുന്ന ഒരു മസാജറാണിത്. അടുത്തായിട്ട് പായ്ക്കിടാൻ പോവുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് പായ്ക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു ഐപാഡ് വെക്കുകയാണ്. നമ്മൾ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഐപാഡാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മളൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ അത് സ്കിന്നുമായിട്ട് പെനിട്രേറ്റ് ചെയ്ത് നല്ല സെറ്റായിട്ടുണ്ടാവും. ഇപ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായ്ക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കിതിരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് ക്ലീൻ ചെയ്യാം. ടൈം ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഐപാഡ് റിമൂവ് ചെയ്യാം.
പായ്ക്ക് എടുക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് ചെറിയ രീതിയിലൊരു 1 മിനിറ്റ് ഒരു മസാജിങ് കൊടുത്ത് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ക്രീമൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്കിന്നൊന്ന് ടോൺ ചെയ്ത് സെറ്റ് ചെയ്ത് വിടാം. അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ വിട്ട് ഇവരിന് പുറത്തേക്ക് പോവുകയാണല്ലോ, അപ്പോൾ ഒന്ന് ടോൺ ചെയ്തിട്ട് സൺ പ്രൊട്ടക്ഷൻ വിട്ട് ഇവരെ നമുക്ക് പുറത്തേക്ക് വിടാം. നമുക്കിനി സിറം ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. രണ്ടോ മൂന്നോ തുള്ളി മതിയാവും. ഏതാണ്ട് 10ഓളം സ്റ്റേജുകളിൽ കൂടി കടന്നുപോയ ടാനിനുള്ള അഡ്വാൻസ്ഡ് ഫേഷ്യൽ ഇവിടെ കഴിയുകയാണ്.